വാലൈക്കുമുസ്സലാം. നീ ഹോംവർക്കെല്ലാം ചെയ്തു തീർത്തോ? ഞാനെല്ലാം ചെയ്തു. എനിക്ക് കഥ പറഞ്ഞു തരൂ ബാബ. ശരി, ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പ്രവാചകനെ കൊല്ലാൻ തലൂത്ത് പ്ലാൻ ചെയ്യുകയും അത് പ്രവാചകന്റെ ഭാര്യ കേൾക്കുകയും ചെയ്തു. ഈ വിവരം അവർ പ്രവാചകനെ അറിയിക്കുകയും അദ്ദേഹം അന്ന് തന്നെ അവിടം വിടുകയും ചെയ്തു. മാഷാ അല്ലാ, നീ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ. ബാക്കിയുള്ള കഥയും ശ്രദ്ധിച്ചു കേൾക്കണം. കഥയിലേക്ക് കടന്നാലോ? ബിസ്മില്ലാ. ആ രാത്രി തലൂത്ത് തന്നെ കൊല്ലുമെന്ന് പ്രവാചകന് മനസ്സിലായപ്പോൾ അദ്ദേഹം തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹം കുറേ കാലം യാത്ര ചെയ്തു. പിന്നെ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹ കണ്ടു. അത് വിശ്രമിക്കാൻ ഒരു നല്ല സ്ഥലമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പ്രവാചകൻ അവിടെ കുറേ ദിവസം താമസിച്ചു. പ്രവാചകൻ ആ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. ഞങ്ങൾ രാജാവിനെ കൊണ്ട് മടുത്തു, അവർ പ്രവാചകനോട് പറഞ്ഞു. അയാൾ രാജ്യത്തിലെ എല്ലാവരെയും പീഡിപ്പിക്കുന്നു. ഞങ്ങൾ താങ്കളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം കുറച്ചുപേർ ഗുഹയിലെത്തി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രവാചകൻ ചോദിച്ചു. ഞങ്ങളെ രാജാവിൽ നിന്നും രക്ഷിക്കണം എന്ന് അവർ പറഞ്ഞു. അവൻ ഒരു ദുഷ്ടനാണ്. അവൻ എല്ലാവരെയും പീഡിപ്പിക്കുന്നു. ദയവായി ഞങ്ങളെയും നിങ്ങളുടെ സൈന്യത്തിൽ ചേർക്കണം. പ്രവാചകൻ സമ്മതിച്ചു. അതുപോലെ കൂടുതൽ ആളുകൾ നബിയുടെ സൈന്യത്തിൽ ചേരാൻ എത്തിക്കൊണ്ടിരുന്നു. തലൂത്ത് അയാളുടെ പ്രജകളെ പരിശീലിപ്പിക്കുകയും തൻ്റെ പടയാളികളെ ഭയപ്പെടുത്തുകയും ചെയ്തു. പൗരന്മാർ മെല്ലെ നേരെ തിരിയാൻ തുടങ്ങി. പ്രവാചകൻ ഒരു സൈന്യത്തെ വിളിച്ചുകൂട്ടിയപ്പോൾ പ്രവാചകനെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ദിവസങ്ങളോളമുള്ള യാത്രകൾ കാരണം രാജാവിൻ്റെ സൈന്യം ക്ഷീണിച്ചു. അവർ വളരെ ദൂരം സഞ്ചരിച്ചിരുന്നു. അതിനാൽ താഴ്വരയിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. തലൂത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രവാചകൻ ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയിൽ കയറി തൻ്റെ വാൾ ഊരി തലൂത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തു. എന്നിട്ട് അദ്ദേഹം പുറത്തുപോയി രാജാവിനെ ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ രാജാവ് ഉണർന്നു, ഗുഹയ്ക്ക് പുറത്തു വന്നു. പ്രവാചകൻ തൻ്റെ ആളുകളോടൊപ്പം നിൽക്കുന്നത് അയാൾ കണ്ടു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണ്, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല, നിങ്ങളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളെ എനിക്ക് കൊല്ലണമായിരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു. എന്നിട്ട് പ്രവാചകൻ ആ തുണിക്കഷ്ണം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിനു പകരം നിങ്ങളെ എനിക്ക് കൊല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ ദൗത്യം കൊല്ലലല്ല, സ്നേഹിക്കലാണ്. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ പ്രവാചകനോട് ക്ഷമ ചോദിച്ചു. പ്രവാചകൻ രാജാവിനോട് ക്ഷമിക്കുകയും തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു യുദ്ധത്തിൽ തലൂത്ത് കൊല്ലപ്പെട്ടു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ദാവൂദ് നബി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തെ രാജാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ശക്തവും വലുതുമാക്കി. ശത്രുക്കൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന് ഒരു പുത്രനുണ്ടായി. അവന് സുലൈമാൻ എന്ന് പേരിട്ടു. കുട്ടിക്കാലം മുതൽ വളരെ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു അവൻ. താഴെ പറയുന്ന സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ദാവൂദ് നബി തൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 പേർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അതിലൊരാൾ ഒരു വയലിൻ്റെ ഉടമയായിരുന്നു. വയലിൻ്റെ ഉടമസ്ഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഇയാളുടെ ആടുകൾ എൻ്റെ വയലിലെത്തി. എൻ്റെ മുന്തിരി മുഴുവൻ തിന്നു. ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. എൻ്റെ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകാൻ അയാളോട് ആവശ്യപ്പെടുക. ഇത് ശരിയാണോ? പ്രവാചകൻ ആടുകളുടെ ഉടമയോട് ചോദിച്ചു.
അതെ, അദ്ദേഹം മറുപടി പറഞ്ഞു. പ്രവാചകൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട്, അവന്റെ നഷ്ടത്തിനു പകരം നിന്റെ ആടുകളെ അയാൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ആടുകളാണ് എനിക്കെല്ലാം എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോഴാണ് സുലൈമാൻ സംസാരിച്ചത്. എനിക്ക് മറ്റൊരു പരിഹാരമുണ്ട്. മുന്തിരിവള്ളികൾ വളരുന്നതുവരെ ആട്ടുടമ വയലിൽ പണിയെടുക്കട്ടെ. ആ സമയത്ത് ഭൂവുടമ ആടുകളെ നോക്കട്ടെ. വയലുടമയ്ക്ക് അയാളുടെ വിളവുകൾ തിരിച്ചെടുക്കുന്നതുവരെ ജീവിക്കാനുള്ളത് ആടിന്റെ രോമവും പാലും വിറ്റുകിട്ടും. മുന്തിരിവള്ളികൾ വളർന്നാൽ ഭൂവുടമയ്ക്ക് ഭൂമിയും ആട്ടുടമയ്ക്ക് ആടുകളെയും തിരിച്ചു കിട്ടും. പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. ഇതാണ് യഥാർത്ഥ ന്യായവിധി. ജ്ഞാനത്താൽ നിന്നെ അനുഗ്രഹിച്ചതിന് അല്ലാഹുവിന് സ്തുതി. തീർച്ചയായും നീ ഒരു ബുദ്ധിമാൻ തന്നെ. നീതിപൂർവമായ ഈ തീരുമാനത്തിൽ ആ രണ്ടുപേരും സുലൈമാനോട് നന്ദി പ്രകടിപ്പിച്ചു. ആട്ടുടമയ്ക്ക് തന്റെ ആടുകളെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ കൂടുതൽ സന്തോഷമായി. തന്റെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് നൽകി അല്ലാഹു സുലൈമാനെ അനുഗ്രഹിച്ചിരുന്നു. സത്യസന്ധനും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു ദാവൂദ് നബി. തന്റെ ജനങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകിയിരുന്നു. തന്റെ മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളിലേക്കെത്തിച്ചു. അദ്ദേഹം സബൂർ ഉരുവിടുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വളരെ പ്രശസ്തവും എല്ലാവരും ഓർമ്മിക്കുന്നതുമാണ്. അദ്ദേഹം രാജാവാണെങ്കിലും ധൂർത്തനായി ജീവിച്ചിരുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം പോലും ഖജനാവിൽ നിന്ന് എടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് ആയുധ നിർമ്മാണത്തിൽ പരിചയമുണ്ടായിരുന്നു. ആയുധമുണ്ടാക്കി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രവാചകൻ തന്റെ ഒരു ദിവസത്തെ 4 ഭാഗങ്ങളായി വിഭജിച്ചു. ഒരു ഭാഗം ജോലി ചെയ്യുവാനും വിശ്രമിക്കുവാനും, രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനും, അടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും, അവസാനത്തേത് പ്രഭാഷണത്തിനുമായി മാറ്റിവച്ചിരുന്നു. ഒരു ദിവസം പ്രവാചകൻ തന്റെ മുറിയിൽ പതിവ് പോലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആരും അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം പരിചാരകരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ 2 പേർ എങ്ങനെയോ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഭയപ്പെടരുത്, അവരിൽ ഒരാൾ പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഞങ്ങളിവിടെ താങ്കളുടെ ന്യായവിധിക്കായി എത്തിയതാണ്. അതെന്താണ്? പ്രവാചകൻ ചോദിച്ചു. ആദ്യത്തെ ആൾ പറഞ്ഞു, ഇതെന്റെ സഹോദരനാണ്. ഇദ്ദേഹത്തിന് 99 പെണ്ണാടുകളുണ്ട്. എനിക്ക് ഒരെണ്ണവും. ഒരു ദിവസം ഇവൻ പറഞ്ഞു, എന്റെ ആടിനെ ഇവന് കൊടുക്കാൻ. അവന്റെ സംസാരം എന്നെ കീഴ്പ്പെടുത്തുകയും അവൻ എന്റെ ആടിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ദയവ് ചെയ്ത് അങ്ങ് ഇതിന്റെ വിധി പറഞ്ഞു തരണം. പ്രവാചകൻ മറ്റേയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കാത്തുനിൽക്കാതെ തിരക്കിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇത്രയും ആടുകളുള്ളപ്പോൾ നിങ്ങളുടെ ആടിനെ ആവശ്യപ്പെട്ടത് തെറ്റാണ്. പെട്ടെന്നു തന്നെ അവർ 2 പേരും അപ്രത്യക്ഷമായി. അപ്പോഴാണ് അവർ അല്ലാഹു അയച്ച മലക്കുകളായിരുന്നു എന്ന് പ്രവാചകന് മനസ്സിലായത്. അവർ ഇവിടെ തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും അല്ലാഹുവിനോട് പാപമോചനത്തിനായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു പ്രവാചകനോട് ക്ഷമിക്കുകയും പ്രവാചകൻ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു. അദ്ദേഹം അല്ലാഹുവിനെ ആരാധിക്കുകയും മരിക്കുന്നതുവരെ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളും പുരോഹിതന്മാരും ദുഃഖിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കബറടക്കത്തിന്റെ സമയത്ത് സൂര്യന് ഭയങ്കര ചൂടായിരുന്നു. അവിടെ എത്തിയ ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ സുലൈമാൻ നബി പക്ഷികളെ വിളിച്ചു. ആയിരക്കണക്കിന് പക്ഷികൾ പറന്നു വന്നു. അവർ ചിറക് വിടർത്തി സൂര്യനെ മറച്ചു. ഇതായിരുന്നു ജനങ്ങൾ സാക്ഷ്യം വഹിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യത്തെ ആധിപത്യം.